ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് ഒരു മൂന്നാം ഊഴം ഉറപ്പാണ്. ഉറപ്പാണല്ലോ, ഉറപ്പാണ്. മൂന്നാം മഴ ഉണ്ടാകും LDF-ന്. ഇപ്പൊ PMC വിഷയത്തിൽ CPM-ഉം CPI തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. അതെല്ലാം ഭൂതകാല കഥയാണ്. LDF-ൻ്റെ അകത്ത് ഒന്നിനെ പറ്റിയ തർക്കങ്ങളില്ല. ഇപ്പോൾ PMC അടക്കം എല്ലാത്തിനെ പറ്റിയും ഐക്യം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ടോ? തൽക്കാലം ഇല്ല. അങ്ങ് ഇവിടെ കൂടുതലും വിദ്യാഭ്യാസ മേഖലയിലെ വിഷയങ്ങളാണ് ഊന്നി പറഞ്ഞത്. അതായിരിക്കുമോ തെരഞ്ഞെടുപ്പ്? ഇവിടെ അതല്ല പറയേണ്ടത്. ഇത് അധ്യാപക സമ്മേളനമാണ്. ഇവിടെ പറയേണ്ടത് വിദ്യാഭ്യാസ പ്രശ്നങ്ങളാണ്. ആ ബോധ്യമൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. മിനിമം ബോധ്യമാണത്. കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിനകത്ത് PI മധുസൂദൻ MLA-ക്കെതിരെ ഗണ്യമായിട്ടുള്ള പരാമർശം എനിക്കറിയില്ല, ഞാൻ പുസ്തകം വായിച്ചിട്ടില്ല, അറിയാൻ പാടില്ല. ഇടതുപക്ഷത്തിന് CPM എന്തെങ്കിലും നയവ്യതിയാനം ഉണ്ടാകുന്നുണ്ടോ? എനിക്കറിയില്ല. CPM കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷ പാർട്ടികൾ ഒന്നാണ്. CPI പോലെ തന്നെ CPI-യും CPM-ഉം ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട കണ്ണികളും ഘടകങ്ങളും. അതുകൊണ്ട് ആ CPI-CPM ബന്ധം ഇന്നത്തെ ഇന്ത്യയിലും ഇന്നത്തെ കേരളത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്നും അത് CPI-യും CPM-ഉം കണ്ണിലെ കൃഷ്ണമണിയെ പോലെ കാത്തുരക്ഷിക്കുമെന്നും ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. മറുപടി ഉണ്ടല്ലോ. CPI-യും CPM-ഉമാണ് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഇന്ത്യയിലെ ഒറ്റാണത്. അതുകൊണ്ട് നയവ്യതിയാനമുള്ളത്, നയമാണുള്ളത്. ലെഫ്റ്റ് നയം, ഇടതുപക്ഷ നയം. ഇല്ല, കൂടുതലല്ല, അപൂർവം പേര്, 1-2 പേര്. അതിനേക്കാളേറെ വരുന്നുമുണ്ട്. വരുന്ന കാഴ്ച കാണുന്നില്ല. നിങ്ങൾ പോയ 2 പേരെ കാണുന്നു, വരുന്ന 200 പേരെ കാണുന്നില്ല. എല്ലാ സ്ഥലങ്ങളിലും വരുന്നുണ്ട് 200 പേര്, പോകുന്നുണ്ട് 2 പേര്. അവർക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ടാണ്.